ഇനി നമുക്ക് അശ്വിനി മുദ്ര ചെയ്യാം. അശ്വിനി മുദ്ര ചെയ്യുന്നത് കൊണ്ട് ഈ തുടരെ മൂത്രം പോകുന്നവർക്ക് കൺട്രോൾഡ് ആകുന്നു. അതുപോലെ ഗർഭിണികൾക്ക് നോർമൽ ഡെലിവറി സാധ്യമാകുന്നു. എല്ലാ ദിവസവും ചെയ്താൽ ഗർഭിണിയായെന്നറിയുമ്പോൾ മുതൽ മിക്ക ദിവസങ്ങളിലും പറ്റുന്നിടത്തോളം ദിവസങ്ങളിൽ ചെയ്താൽ നോർമൽ ഡെലിവറി നടക്കും, വലിയ മറ്റു പ്രോബ്ലങ്ങളില്ലെങ്കിൽ. പിന്നെ ഡെലിവറി സമയത്തെ വേദന കുറയ്ക്കും, പ്രസവ വേദന കുറയ്ക്കും. അങ്ങനെ 3 പ്രധാനപ്പെട്ട ഗുണങ്ങളാണുള്ളത്. യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുള്ളവർക്ക് നിയന്ത്രണം ലഭിക്കുന്നു, പ്രസവ വേദന കുറയ്ക്കുന്നു, ഗർഭിണികൾക്ക് നോർമൽ ഡെലിവറി ലഭിക്കുന്നു. ചെയ്ത് കാണിക്കാം. ആദ്യം ഇങ്ങനെ നേരെ നിന്ന് ശ്വാസം ദീർഘമായിട്ടൊന്ന് എടുത്തു വിടുക. അത് കഴിഞ്ഞ് കൈകൾ ഇങ്ങനെ ബാക്കിൽ കോർത്ത് പിടിക്കുക. ബാക്കിലിങ്ങനെ കൈകൾ കോർത്ത് പിടിക്കണം. അത് കഴിഞ്ഞ് കാലുകൾ അടുപ്പിച്ച് വച്ച്, ഒരുപാടങ്ങ് അടുപ്പിക്കണ്ട, ഇത്രയും അടുപ്പിച്ച് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് നടു വളയാതെ പുറകോട്ട് കഴുത്ത് വളയ്ക്കുക. അത് കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് താടി കൊണ്ടൊന്ന് നെഞ്ചിൽ വെക്കുക. നെഞ്ചിൽ വെക്കുമ്പം ശ്വാസം എടുക്കുകയും വിടാതെ ഇരുന്നുകൊണ്ട് നമ്മുടെ റെക്റ്റം പാർട്ടും യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗവും നമ്മുടെ ആ പെൽവി പാർട്ട് നമ്മൾ പതുക്കെ അകത്തേക്ക് പുള്ള് ചെയ്യും. കൈകൊണ്ടൊന്നുമല്ല, പതുക്കെ നമ്മൾ മനസ്സുകൊണ്ട് അകത്തേക്ക് പുള്ള് ചെയ്യുക, ഇറുക്കി പിടിക്കുക, റിലീസാകുക, ഇറുക്കി പിടിക്കുക, റിലീസാകുക, ശ്വാസം വിടാതെ. അങ്ങനെ എത്ര പ്രാവശ്യം ശ്വാസം വിടുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്യാം. മാക്സിമം 5 പ്രാവശ്യമെങ്കിലും ചെയ്യുക. പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് 5 പ്രാവശ്യം ചെയ്യാം. എന്നിട്ട് പിന്നെ ശ്വാസം എടുത്തുകൊണ്ട് നേരെയാകുക. കാണിക്കാം. കുനിയുമ്പോഴും വെറുതെ ഇങ്ങനെ താടിയേ നോക്കാള്ളൂ. ഇങ്ങനെ നടു കുനിക്കല്ല, പുറകോട്ട് പോകുമ്പോൾ ഇങ്ങനെ നടു വളയ്ക്കല്ല. ഒന്നുകൂടെ കാണിക്കാം. അപ്പം ഇത് യോനിക്കും റെക്ടം മസിൽസിനുമൊക്കെ നല്ല വ്യായാമം ലഭിക്കുന്നു. അത് മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. അല്ല നിങ്ങൾ കൈകൊണ്ടൊന്നും അകത്തോട്ട് വലിക്കത്തോട്ട് ചെയ്യില്ല. കൈയാകെ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ നിങ്ങൾ പതുക്കെ, നിങ്ങൾക്ക് ആർക്കും ഇത് പുള്ളി ചെയ്യാൻ പറ്റും. അകത്തോട്ട് പുള്ളി ചെയ്യുക, പുറത്തേക്ക് പുഷ് ചെയ്യുക, അല്ലെങ്കിൽ ഇറുക്കി പിടിക്കുക, റിലീസ് ചെയ്യുക. അങ്ങനെ 5 പ്രാവശ്യം ചെയ്യുക. ഒരു പ്രാവശ്യം ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് 5 പ്രാവശ്യം ചെയ്യുക. ഈ ഹോൾ പ്രക്രിയ 5 പ്രാവശ്യം ചെയ്യുക. ആദ്യം 5 പ്രാവശ്യം, അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ റിലാക്സ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ്ങിൽ ഇങ്ങനെ റിലാക്സ് ചെയ്യുക. ഓക്കെ.